ഹലോ എവ്രി വൺ. മൊബൈൽ കമ്പ്യൂട്ടിംഗിന്റെ സെക്ഷനിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ GSM വേഴ്സസ് CDMA, GSMും CDMA ടെക്നോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതോടൊപ്പം തന്നെ GSM ആർക്കിടെക്ചറിന്റെ ഒരു ആർക്കിടെക്ചറും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സെക്ഷനായ GSM ആൻഡ് CDMAയിലോട്ട് കടക്കാം. ഓക്കെ, GSM ആൻഡ് CDMA ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഇവിടെ നമുക്ക് നോക്കേണ്ടത് GSMത്തിന്റെയും CDMAയുടെയും ഫുൾ ഫോം ആണ്. GSM stands for Global System for Mobile Communication and CDMA stands for Code Division Multiple Access. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല GSMനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങും ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് മെക്കാനിസവും ആണ്. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ആക്സസ് മെക്കാനിസം എന്താണെന്ന് നമുക്ക് മറ്റുള്ള ഒരു വരുന്നൊരു സ്ലൈഡിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഡിഫറെന്റ് മൾട്ടിപ്പിൾ ആക്സസ് മെക്കാനിസംസ്. അതിൽ വരുന്നതാണ് FDMA, TDMA, SDMA, CDMA ഒക്കെ. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് ആ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാം. എനിവേ GSMൽ യൂസ് ചെയ്യുന്നത് FDMAയും TDMAയും ആണെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല GSM സപ്പോർട്ട് ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ ആൻഡ് വോയിസ് ബോത്ത് അറ്റ് വൺസ്. ഡേറ്റയും വോയിസും അറ്റ് ദ സെയിം ടൈം തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി GSM ടെക്നോളജിക്ക് ഉണ്ട്. എന്നാൽ CDMA ടെക്നോളജിയിൽ ഇതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. GSMന്റെ കേസിൽ കസ്റ്റമറിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം കീപ്പ് ചെയ്യുന്നത് സിം കാർഡിലായിരിക്കും. എന്നാൽ CDMA നെറ്റ്വർക്കിനകത്ത് ഓരോ കമ്പനിയും, അതായത് വൈറ്റ് ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടാവും. അവർ പ്രൊവൈഡ് ചെയ്യുന്ന CDMA നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണിലൂടെ മാത്രമേ നമുക്ക് CDMA നെറ്റ്വർക്കിലോട്ടുള്ള ആക്സസിബിലിറ്റി കിട്ടുകയുള്ളൂ. എന്നാൽ GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിം മൊഡ്യൂൾ അവൈലബിൾ ആണ്. അത് ഏത് ഫോണിൽ ഇട്ടാൽ പോലും നമുക്ക് GSMന്റെ നെറ്റ്വർക്കിലോട്ടുള്ള ആക്സസിബിലിറ്റി കിട്ടുകയും GSM ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. എന്നാൽ CDMAയുടെ കേസിൽ അങ്ങനെയല്ല. CDMAയുടെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ ചില കമ്പനീസ് ഉണ്ടാകും. ആ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോൺ മാത്രമേ CDMA സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഫോൺ പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് CDMA ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി ഈ കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിഫറൻസ് പറഞ്ഞു, GSMും CDMAയുടെ ഫുൾ ഫോം പറഞ്ഞു. ദെൻ FDMA, TDMA രണ്ട് മൾട്ടിപ്പിൾ ആക്സസ് മെക്കാനിസം ആണ് GSM യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. GSMനകത്ത് ഡേറ്റാനെയും വോയിസിനെയും സെയിം ടൈം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ CDMAയിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. GSM ടെക്നോളജിയിൽ സിം കാർഡിലാണ് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ CDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ലിസ്റ്റഡ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോണിൽ കൂടെ മാത്രമേ നമുക്ക് CDMA നെറ്റ്വർക്കിലോട്ടുള്ള ആക്സസിബിലിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കൂടാതെ ബാക്കിയുള്ള കമ്പാരിസൺ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മൾ പറഞ്ഞു, ഫുൾ ഫോം വെച്ചുള്ള ഒരു കമ്പാരിസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. GSM സിസ്റ്റം യൂസ്ഡ് ഫോർ GSM സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. CDMA എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണെന്ന് പറഞ്ഞു. ഇനി ടെക്നോളജി യൂസ് ചെയ്യുന്നത് എന്താണ്? FDMA ഉണ്ട്, TDMA ഉണ്ട്. എന്നാൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് മെക്കാനിസം തന്നെയാണ് CDMA യൂസ് ചെയ്യുന്നത്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSM വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് GSM. എന്നാൽ CDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDMA റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, ചില കൺട്രീസിൽ, ഫ്യൂർ കൺട്രീസിൽ മാത്രമേ CDMA യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡേറ്റയുടെ സ്പീഡ് ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റയുടെ സ്പീഡ് 42 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് GSMന്റെ കേസിൽ. എന്നാൽ 3.6 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് CDMAയുടെ കേസിൽ. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSM support data and voice at both at once. CDMA does not support this feature. അതായത് ഡേറ്റാനെയും വോയിസിനെയും അറ്റ് ദ സെയിം ടൈം തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി GSMനുണ്ട്. CDMAക്ക് ആ ഒരു കേപ്പബിലിറ്റി ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ കസ്റ്റമറിന്റെ ഇൻഫോർമേഷൻ കീപ്പ് ചെയ്യുന്നത് സിം കാർഡ് ആയിട്ടാണ്. ഇവിടെ നമ്മൾ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ആ ഹെഡ്സെറ്റിൽ തന്നെ, അല്ലെങ്കിൽ ആ ഹാൻഡ്ഹെൽഡ് ഡിവൈസിൽ തന്നെയാണ് കസ്റ്റമറിന്റെ ഇൻഫോർമേഷൻ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കമ്പാരിസൺ നോക്കുമ്പോൾ എൻക്രിപ്ഷൻ ടെക്നോളജികൾ ഒന്നും തന്നെ നമുക്ക് GSMൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. GSM ഡസ് നോട്ട് പ്രൊവൈഡ് എനി ബിൽറ്റ് ഇൻ എൻക്രിപ്ഷൻസ് അവൈലബിൾ. എന്നാൽ CDMAയിൽ കുറച്ചുകൂടെ എൻക്രിപ്ഷൻ ടെക്നിക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CDMA കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കും. GSM അത്രത്തോളം സെക്യൂർ അല്ല. കാരണം നമുക്ക് മനസ്സിലായി, എൻക്രിപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല GSMല്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി എന്തായിരിക്കും? ലെസ് സെക്യൂർ ആയിരിക്കും. റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSM എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് വേൾഡ് വൈഡ് അക്സെപ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വേൾഡ് വൈഡ് റോമിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CDMAയുടെ കേസിൽ ഫ്യൂർ കൺട്രീസിൽ മാത്രമേ CDMA ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ ലിമിറ്റഡ് റോമിംഗ് ആയിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സിഗ്നൽ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
GSM-ന് സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നാരോ ബാൻഡ് വിഡ്ത്ത് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ CDMA-യുടെ കേസിൽ ട്രാൻസ്മിഷൻസ് ആർ ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്. അതായത് CDMA ട്രാൻസ്മിഷൻ ആർ ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്. വൺസ് അത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇൻ ദ കേസ് ഓഫ് CDMA. സിം കാർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കസ്റ്റമർ ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്നത് സിം കാർഡിലാണ്. സോ GSM ഡിവൈസിനകത്ത് എന്തുണ്ടാകും? സിം കാർഡിന്റെ ഫംഗ്ഷനാലിറ്റി അവൈലബിൾ ആയിരിക്കും. എന്നാൽ CDMA-ക്കകത്ത് നോ നീഡ് ഓഫ് സച്ച് സിം കാർഡ്. സിം കാർഡിന്റെ ആവശ്യം അവിടെ ഉണ്ടാവില്ല. CDMA ഫോണിന് സിം കാർഡിന്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സിം കാർഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സിം കാർഡിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വെൻ എ സിം ഓൺ എ ഫോൺ വർക്കിംഗ് സ്റ്റോപ്പ്, അതായത് സിം വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് അനദർ സിം, അല്ലെ, റദർ ദാൻ പർച്ചേസിങ് എ ന്യൂ ഫോൺ. ന്യൂ ഫോൺ പർച്ചേസ് ചെയ്യുന്നതിന് പകരം പുതിയൊരു സിം പർച്ചേസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ലോ കോസ്റ്റ് ആയിരിക്കും നമ്മളുടെ GSM ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ CDMA-യുടെ കേസിൽ CDMA-യുടെ ഫോണിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഫോൺ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വി നീഡ് ടു പർച്ചേസ് എ ന്യൂ ഫോൺ. ഓക്കെ, ദെൻ അടുത്തത് ടൈപ്പ് ഓഫ് സ്പെക്ട്രം. മനസ്സിലാക്കേണ്ടത് GSM യൂസ് ചെയ്യുന്നത് വെഡ് സ്പെക്ട്രം ആണ്, CDMA യൂസ് ചെയ്യുന്നത് സ്പ്രെഡ് സ്പെക്ട്രം ആണ്. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പൊ ഈ കമ്പാരിറ്റീവ് സ്റ്റഡി ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഇതിന്റെ തിയറിറ്റിക്കലി ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് GSM ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ GSM ആർക്കിടെക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. In GSM architecture, GSM stands for Global System for Mobile Communication. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. Then GSM is an open and digital cellular technology used for mobile communication. അതായത് സെല്ലുലാർ നെറ്റ്വർക്ക് കൺസെപ്റ്റിലാണ് GSM വർക്ക് ചെയ്യുന്നത്. സോ GSM is work in digital cellular technology. Okay, then ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. It use 4 different frequency bands like 850, 900, 1800 megahertz and 1900 megahertz. ഈ 4 ബാൻഡും ഇമ്പോർട്ടന്റ് ആണ്. 850, 900, 1800, 1900 മെഗാഹെർട്സ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു GSM യൂസ് ബോത്ത് FDMA ആൻഡ് TDMA മൾട്ടിപ്ലക്സസ് ടെക്നോളജി. ഓക്കെ, ഈ രണ്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് GSM വർക്ക് ചെയ്യുന്നത്. ദെൻ അടുത്തത് GSM-ന്റെ സെൽ സൈസിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. GSM-ന്റെ കേസിൽ ഡിഫറെന്റ് സെൽ സൈസുകളാണ് GSM യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി GSM having 4 different types of cells. Have 4 different cell size. ഓക്കെ, ഫസ്റ്റ് സൈസ് എന്ന് പറയുന്നത് മാക്രോ, സെക്കൻഡ് വൺ മൈക്രോ, തേർഡ് വൺ പീക്കോ, ഫോർത്ത് വൺ അംബ്രല. ഓക്കെ, മാക്രോ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെൽ സൈസില് ഇൻ ദിസ് സെൽ സൈസ് ബേസ് സ്റ്റേഷൻ ആന്റിന ക്യാൻ ബി installed. Okay, base station antenna is installed. ഓക്കെ, ഈ ഒരു സെൽ സൈസിലാണ്, മാക്രോ സെൽ സൈസിലാണ് ബേസ് സ്റ്റേഷൻ ആന്റിന ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുവിധം വലിയൊരു നെറ്റ്വർക്ക് ഫെസിലിറ്റി തന്നെയാണ് ഈ മാക്രോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോയുടെ കേസിൽ സെൽ സൈസ് എന്ന് പറയുന്നത് ആന്റിന ഹൈറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ആവറേജ് റൂഫ് ടോപ്പ് ലെവൽ ആണ്. ഓക്കെ, ഒരു റൂഫ് ടോപ്പിന്റെ ലെവലിന്റെ അതിന്റെ ഒരു ആവറേജ്, അതിനേക്കാളും ഒരു ചെറിയൊരു ആന്റിന കവറേജ് നമുക്ക് സെൽ സൈസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. പീക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെൽ സൈസ് എന്ന് പറയുന്നത് ഫ്യൂ ഡയമീറ്റർ ആയിരിക്കും.
സോറി ഫ്യൂ മീറ്റർ ഡയമീറ്റർ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ സെൽ സൈസിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ഫ്യൂ മീറ്റർ ആയിരിക്കും. ദെൻ അംബ്രല സൈസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കവർ ഷാഡോഡ് ഏരിയ. ഓക്കെ, എന്താണ് ഈ ഷാഡോഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സപ്പോസ് നമ്മുടെ സെൽ സൈസ് ഇതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സെൽ സൈസ്. സപ്പോസ് റൗണ്ട് ഷേപ്പ് ഞാൻ എടുക്കാം. ഇതാണ് നമ്മുടെ സെൽ ഷേപ്പ്. അപ്പം ഈ സെൽ ഷേപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഏരിയ ഉണ്ടോ, ഈ ഏരിയ ഇത് ഷാഡോ ഏരിയയാണ്. അതായത് ഇവിടെ ഒരു സെല്ലിന്റെ ഗ്യാപ്പ് വരുമ്പോൾ കിട്ടുന്ന ഏരിയയാണ് ഷാഡോ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏരിയയിൽ കവറേജ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സെൽ സൈസ് ആണ് അംബ്രല എന്ന് പറയുന്നത്. അംബ്രല ഷേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിന്റെ സൈസ് അംബ്രല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ സെല്ലിന്റെ ഗ്യാപ്പിൽ നമുക്ക് കവറേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അംബ്രല സൈസ്. ഓക്കെ, അപ്പൊ 4 സൈസ് ആണ്: മാക്രോ, മൈക്രോ, പീക്കോ, അംബ്രല. അടുത്തത് GSM ആർക്കിടെക്ചർ ആണ്. GSM ആർക്കിടെക്ചറിനെ നമുക്ക് ബേസിക്കലി മൂന്ന് കൺസെപ്റ്റുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് BSS, ഒന്ന് BSS. ഇനി BSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം ആണ്. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം ആണ് BSS എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫ്രണ്ട് ഏരിയ എന്നാണ്, ഫ്രണ്ട് എൻഡ് എന്ന് പറയും. ഓക്കെ, ഫ്രണ്ട് എൻഡിൽ നമുക്ക് മൊബൈൽ സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ മൊബൈൽ സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മുടെ മൊബൈൽ സ്റ്റേഷൻസ് ആണ്. മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് എ മൊബൈൽ എക്യുപ്മെന്റ് പ്ലസ് സിം കാർഡ്. അതാണ് നമ്മുടെ മൊബൈൽ സ്റ്റേഷൻ. മൊബൈൽ സ്റ്റേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബേസ് ട്രാൻസീവർ സ്റ്റേഷനിലോട്ടാണ്. നമുക്കിവിടെ മൾട്ടിപ്പിൾ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ ഉണ്ട്. BTS ആണ് ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ എല്ലാ മൊബൈൽ സ്റ്റേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരോടായിരിക്കും? ബേസ് ട്രാൻസീവർ സ്റ്റേഷനോടായിരിക്കും. അപ്പൊ BTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷൻ. ഇനി ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു BSSC ഉണ്ടാവും, ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഓക്കെ, അപ്പം ഈ ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആയിരിക്കും ഈ BTSനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഈ ബേസ് സ്റ്റേഷൻ കൺട്രോളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ ഒരു മൊബൈൽ സ്വിച്ചിങ് സെന്റർ ഉണ്ട്. മൊബൈൽ സ്വിച്ചിങ് സെന്റർ. ഈ മൊബൈൽ സ്വിച്ചിങ് സെന്റർ ഇരിക്കുന്ന ആ ഏരിയനെ പറയുന്നതാണ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സെന്റർ, NSS. നെറ്റ്വർക്ക് സ്വിച്ചിങ് സെന്റർ. മാത്രമല്ല ഈ മൊബൈൽ സ്വിച്ചിങ് സെന്ററിന്റെ ഫംഗ്ഷനാലിറ്റി എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊബൈൽ സ്വിച്ചിങ് സെന്ററിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ വിത്ത് കോൾ ആൻഡ് മൊബിലിറ്റി. മൊബിലിറ്റിയും കോളും ഹാൻഡിൽ ചെയ്യുന്നതാണ് മൊബൈൽ സ്വിച്ചിങ് സെന്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഈ മൊബൈൽ സ്വിച്ചിങ് സെന്ററിൽ കോളും ഈ മൊബിലിറ്റിയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൊബൈൽ സ്വിച്ചിങ് സെന്റർ മേ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. അതായത് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, ഒതന്റിക്കേഷൻ രജിസ്റ്റർ, എന്റിറ്റി ഐഡന്റിറ്റി രജിസ്റ്റർ. ഈ രജിസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ മൊബൈൽ സ്വിച്ചിങ് സെന്ററിന്റെ പാർട്ടാണ്. ഓക്കെ, ഇനി ഈ രജിസ്റ്റേഴ്സിന്റെ ഫുൾ ഫോം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ. ഇവിടെ വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ, ഇവിടെ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, ഇവിടെ ഒതന്റിക്കേഷൻ രജിസ്റ്റർ, ഇവിടെ എന്റിറ്റി ഐഡന്റിറ്റി രജിസ്റ്റർ. ഇനി ഓരോ രജിസ്റ്ററിന്റെയും ഫംഗ്ഷനാലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററിലി സ്റ്റോർ യൂസേഴ്സ്
ഇൻഫോർമേഷൻ, യൂസറിന്റെ ഇൻഫോർമേഷൻ ടെമ്പററിലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ എടുക്കുന്നത്. അതായത് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ അവിടെ വിസിറ്റേഴ്സ് ആയി അല്ലെ, അപ്പൊ നമ്മളുടെ കോൾ ഡീറ്റെയിൽസും നമ്മുടെ കാര്യങ്ങളും കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു രജിസ്റ്റർ വേണം. ആ വിസിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ. ദെൻ ഹോം ലൊക്കേഷൻ രജിസ്റ്ററിൽ പെർമനന്റ് സ്റ്റോറേജ് ആണ്. ഓക്കെ, പെർമനന്റ് സ്റ്റോറേജ് ഓഫ് യൂസർ ഇൻഫോർമേഷൻ. അതായത് നമ്മൾ ഒരു സിം പർച്ചേസ് ചെയ്തു, നമ്മൾ ആധാർ കാർഡ് കൊടുത്തു, നമ്മളുടെ ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് സിം കളക്ട് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ പർച്ചേസ് ചെയ്ത സിമ്മില് നമുക്ക് ഒരു കോൾ ഓഫർ അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ആ സിമ്മിൽ പല ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പല ഓഫേഴ്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാകും. അപ്പം ഈ ഡീറ്റെയിൽസ് എല്ലാം ഹോം ലൊക്കേഷൻ രജിസ്റ്ററിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. നമ്മളുടെ പേഴ്സണൽ ഇൻഫോർമേഷനും നമ്മുടെ ഫോട്ടോ, നമ്മുടെ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ സിമ്മിൽ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന സിമ്മിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ്, ഇതെല്ലാം കീപ്പ് ചെയ്യുന്നത് ഹോം ലൊക്കേഷൻ രജിസ്റ്റേഴ്സിലായിരിക്കും. ഒതന്റിക്കേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ഓക്കെ, സെക്യൂരിറ്റി റീസൺസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഇവിടെ നമുക്ക് സീക്രട്ട് കീ ഒക്കെ യൂസ് ചെയ്തിട്ട് ആ സീക്രട്ട് കീ എല്ലാം കീപ്പ് ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി ഡേറ്റാബേസിലായിരിക്കും. ഓക്കെ, ദെൻ എന്റിറ്റി ഐഡന്റിറ്റി രജിസ്റ്ററിൽ നമ്മുടെ മൊബൈലിന്റെ IMEI നമ്പർ കീപ്പ് ചെയ്യുന്നത് എന്റിറ്റി ഐഡന്റിറ്റി രജിസ്റ്ററിലായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള കൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ GSM ആർക്കിടെക്ചർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട്. നമ്മളുടെ കയ്യിൽ മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ എക്യുപ്മെന്റും ഉണ്ട്, ഒരു സിം കാർഡും ഉണ്ട്. നമ്മൾ ഒരു കോൾ കണക്ട് ചെയ്താൽ ആ കോൾ പോകുന്നത് BTSലോട്ടായിരിക്കും പോകുന്നത്, അതായത് ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷനിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ആ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്ത് അവിടെ നിന്ന് ബേസ് സ്റ്റേഷൻ കൺട്രോളറിലോട്ട് പോയി ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആണ് നമ്മുടെ കോള് ഫോർവേഡ് ചെയ്യുന്നതും ഒരു കോള് മറ്റൊരു ലൊക്കേഷനിലോട്ട് മാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ആരായിരിക്കും? നെറ്റ്വർക്ക് സ്വിച്ചിങ് സെന്ററിലുള്ള മൊബൈൽ സ്വിച്ചിങ് സെന്റേഴ്സ് ആയിരിക്കും. ഓക്കെ, മൊബൈൽ സ്വിച്ചിങ് സെന്റർ ആയിരിക്കും ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്നത്. അപ്പം ഈ BTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ട്രാൻസ് റിസീവർ ആണ് അല്ലെ, അതായത് കോൾ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് എല്ലാം നോക്കുന്നത് BTS ആണ്. ഇനി ഒരു ടവറിന്റെ അണ്ടറിൽ, അതായത് ഒരു ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടവറിന്റെ അണ്ടറിൽ വി ഹാവ് മൾട്ടിപ്പിൾ BTS അല്ലേ. ഓക്കെ, അപ്പൊ ഈ ബേസ് സ്റ്റേഷൻ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ലോക്കൽ എക്സ്ചേഞ്ച് പോലാണ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ. സപ്പോസ് നമുക്ക് ഒരു BSNLന്റെ ലോക്കൽ എക്സ്ചേഞ്ച് ഉണ്ടാവാം. ആ BSNLന്റെ ലോക്കൽ എക്സ്ചേഞ്ചിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും? അവിടെ മൾട്ടിപ്പിൾ ടവേഴ്സ് ഉണ്ടാകാം അല്ലെ. ആ മൾട്ടിപ്പിൾ ടവേഴ്സിൽ മൾട്ടിപ്പിൾ BTS അവൈലബിൾ ആയിരിക്കും. സോ ഈ ആക്ച്വലി ഇതൊരു ലോക്കൽ എക്സ്ചേഞ്ച് ആണ്. ഈ ലോക്കൽ എക്സ്ചേഞ്ച് ആണ് ഈ BTSകളെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു ആർക്കിടെക്ചറിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർഫേസുകൾ ഉണ്ട്. ബേസിക്കലി 3 ഇന്റർഫേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ UM ഇന്റർഫേസ് ആണ്. ഇത് നമ്മുടെ UM ഇന്റർഫേസ് ആണ്. അതായത് മൊബൈൽ സ്റ്റേഷനെയും BTSനെയും കൂടെ കണക്ട് ചെയ്യുന്ന UM ഇന്റർഫേസ് ആണ്. ഇവിടെ നമുക്ക് നോർമലി വരുന്നത് എയർ ആയിരിക്കും. ഈ എയറിലൂടെ റേഡിയോ ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷന് വേണ്ടി റേഡിയോ സിഗ്നൽസ് ആണ് മൊബൈൽ സ്റ്റേഷനിൽ നിന്ന് BTSലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ BTSും ബേസ് സ്റ്റേഷൻ കൺട്രോളറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ABIS ഇന്റർഫേസ് ഉണ്ട്. ഇതാണ് നമ്മളുടെ ABIS ഇന്റർഫേസ്. ഇവിടെ നമുക്കുള്ളത് ലിങ്ക് ആക്സസ് പ്രോട്ടോകോളുകളാണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ലിങ്ക് ആക്സസ് പ്രോട്ടോകോൾ. അതുപോലെ തന്നെ BSCനെ, ദാറ്റ് ഇസ് ബേസ് സ്റ്റേഷൻ കൺട്രോളറിനെയും മൊബൈൽ സ്വിച്ചിങ് സെന്ററിനെയും കണക്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ മറ്റൊരു ഇന്റർഫേസ് ഉണ്ട്, ദാറ്റ് ഇസ് A ഇന്റർഫേസ്. ഓക്കെ, ഇങ്ങനെ 3 ഇന്റർഫേസ് ആണ് കോമൺലി നമ്മുടെ ആർക്കിടെക്ചറിൽ ഉള്ളത്. ഈ 3 ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ GSM ടെക്നോളജി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് VLR, HLR, AUC ആൻഡ് EIR എന്ന് പറയുന്ന ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ സ്വിച്ചിങ് സെന്ററിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു കോൾ കണക്ട് ആവുന്നതെന്നും എങ്ങനെയാണ് ഒരു കോളിലോട്ട് മൂവ് ചെയ്ത് പോകുന്നത് എന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ മൊബൈൽ സ്വിച്ചിങ് സെന്ററിൽ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു.
അതായത് ഈ മൊബൈൽ സ്വിച്ചിങ് സെന്ററിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ഈ രജിസ്റ്റേഴ്സ് ഇരിക്കുന്നത്. ഇനി എന്റിറ്റി ഐഡന്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞു, ഒരു സിം അല്ലെങ്കിൽ ഒരു മൊബൈല് വാലിഡ് ആണോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്റിറ്റി ഐഡന്റിറ്റി രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് ടൈപ്പിലുള്ള എന്റിറ്റി നമുക്ക് ഡിഫറെന്റ് ടൈപ്സിലുള്ള രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽ എന്റിറ്റി ഐഡന്റിറ്റി രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സിം വാലിഡ് ആണോ, സിം എന്നല്ല നമ്മുടെ ഡിവൈസ് എക്യുപ്മെന്റ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ, അതായത് നമ്മുടെ ചില ഫോണുകളൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ വരുന്ന ഫോണുകളാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഫോൺ ആണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം സസ്പെക്റ്റുകൾ ആണ് എങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ വാലിഡ് ആൻഡ് ഇൻവാലിഡ് കൺസെപ്റ്റ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ GSM ആർക്കിടെക്ചർ ആണ് ഉദ്ദേശിച്ചിരുന്നത്. GSM ആർക്കിടെക്ചർ ബേസിക് കൺസെപ്റ്റുകളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. GSM is nothing but a larger system which is divided into 3 subsystem. നമ്മൾ ഓൾറെഡി പറഞ്ഞു GSM-നെ 3 സബ്സിസ്റ്റംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. എന്താണ് ആ സബ്സിസ്റ്റം എന്ന് നോക്കാം. ആദ്യത്തെ സബ്സിസ്റ്റം BSS ആണ്, രണ്ടാമത്തത് NSS ആണ്, മൂന്നാമത്തത് OSS ആണ്. നിങ്ങളുടെ ആർക്കിടെക്ചറിൽ OSS എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ നിങ്ങൾ കണ്ടില്ല അല്ലെ. ശ്രദ്ധിക്കുക, OSS എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോർഷനെയാണ് നമ്മൾ OSS എന്ന് പറയുന്നത്, ഓപ്പറേഷൻ സബ്സിസ്റ്റം. ഈ ഓപ്പറേഷൻ സബ്സിസ്റ്റത്തിന്റെ ഉള്ളില് ഒരു OMC എന്ന് പറയുന്ന, അതായത് ഓപ്പറേഷൻ മെയിന്റനൻസ് കൺട്രോളർ ഉണ്ട്, OMC ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ OSS. ഈ OSS-നുള്ളിൽ ആരാണുള്ളത്? ഓപ്പറേഷൻ മെയിന്റനൻസ് കൺട്രോളർ ഉണ്ട്. ഈ കൺട്രോളറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കോൾ ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം മോണിറ്ററിങ്, ഇതിന്റെ പെർഫോമൻസിന്റെ മോണിറ്ററിങ്, ഇതെല്ലാം നോക്കുന്നത് ആരാണ്? ഈ OMC ആണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ കമ്പോണന്റ് ആണ് OSS, ദാറ്റ് ഈസ് ഓപ്പറേഷൻ സബ്സിസ്റ്റം. അപ്പൊ BSS എന്ന് പറഞ്ഞാൽ ബേസിക് സബ്സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞു. BSS സ്റ്റാൻഡ്സ് ഫോർ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. BSS ഹാൻഡ് ട്രാഫിക് ആൻഡ് സിഗ്നലിംഗ് ബിറ്റ്വീൻ ദ മൊബൈൽ ഫോൺ ആൻഡ് ദ നെറ്റ്വർക്ക് സബ്സിസ്റ്റം. ഓക്കെ, അപ്പൊ ഈ BSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ BSS എന്ന് പറയുന്ന സബ്സിസ്റ്റം. ഈ സബ്സിസ്റ്റം എന്താണ് ബേസിക്കലി നോക്കുന്നത്? ഈ മൊബൈൽ സ്വിച്ചിങ് സെന്ററും, അതായത് നമ്മുടെ ഈ മൊബൈൽ സ്വിച്ചിങ് സെന്ററും അതുപോലെ തന്നെ മൊബൈൽ സ്റ്റേഷനും ഈ മൊബൈൽ സ്വിച്ചിങ് സെന്ററും തമ്മിലുള്ള കണക്ഷൻ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഈ BSS ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. BSS സ്റ്റാൻഡ്സ് ഫോർ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. BSS ഹാൻഡിൽ ട്രാഫിക് ആൻഡ് സിഗ്നലിംഗ് ബിറ്റ്വീൻ ദ മൊബൈൽ ഫോൺ ആൻഡ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം. അതുപോലെ തന്നെ BSS-നുള്ളിൽ 2 കമ്പോണന്റ് ആണുള്ളത്. ഏതൊക്കെയാണ്? ശ്രദ്ധിച്ചേ, ഈ ഫിഗർ ശ്രദ്ധിച്ചേ. BSS-നുള്ളിൽ 2 കമ്പോണന്റ് ആണുള്ളത്. ആരാണ്? BTS-ഉം BSC-യും, ദാറ്റ് ഈസ് ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷനും ബേസ് സ്റ്റേഷൻ കൺട്രോളറുമാണ് BSS-നുള്ളിൽ ഉള്ളത്. ഇനി അടുത്ത കോമ്പോണന്റ് ആണ് NSS, ദാറ്റ് ഈസ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സെന്റർ. നെറ്റ്വർക്ക് സ്വിച്ചിങ് സെന്ററിനകത്ത് അതാണ് GSM-ന്റെ ഒരു കോർ കോമ്പോണന്റ് ആണ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സെന്റർ എന്ന് പറയുന്നത്. ഇവിടെയാണ് കോൾഡ് ഫോർവേഡിങ്ങും മൊബിലിറ്റിയും എല്ലാം മാനേജ് ചെയ്യുന്നത് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റത്തിലാണ്. ഈ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റത്തിലുള്ള മറ്റ് കോമ്പോണന്റുകളാണ് വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, എന്റിറ്റി ഐഡന്റിറ്റി രജിസ്റ്റർ, അതുപോലെ തന്നെ ഒതന്റിക്കേഷൻ രജിസ്റ്റർ, അതുപോലെ തന്നെ മൊബൈൽ സ്വിച്ചിങ് സെന്റർ. ഇതെല്ലാം നമ്മുടെ NSS-ന്റെ ഉള്ളിൽ വരുന്ന കോമ്പോണന്റുകളാണ്. അടുത്തതായിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് OSS ആണ്, ദാറ്റ് ഈസ് ഓപ്പറേഷൻ സ്വിച്ചിങ് സബ്സിസ്റ്റം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സബ്സിസ്റ്റം അല്ലെ. OSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സബ്സിസ്റ്റം. ഇവിടെ ഈ ഓപ്പറേറ്റിംഗ് സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ OSS is a functional entity which is the network operator, monitor and control the system. അതായത് ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ഉണ്ടാകും. ആ നെറ്റ്വർക്ക് ഓപ്പറേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. ആ നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഓപ്പറേറ്റർ ഇരിക്കുന്ന സെക്ഷനെയാണ് നമ്മൾ OSS എന്ന് പറയുന്നത്. അവിടെ ആ നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്യാനും അതിനെ ഓപ്പറേറ്റ് ചെയ്യാനും ഇരിക്കുന്ന ആ ഒരു സെക്ഷന് പറയുന്ന പേരാണ് OMC, ദാറ്റ് ഈസ് ഓപ്പറേഷൻ മെയിന്റനൻസ് കൺട്രോളർ, OMC. ഇനി നമ്മൾ പല കമ്പോണന്റുകളും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. മൊബൈൽ സ്റ്റേഷനും മൊബൈൽ BTS എന്നുള്ള പലതരത്തിലുള്ള കോമ്പണന്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ആ കോമ്പണന്റുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ GSM-ന്റെ ഫീച്ചേഴ്സ് ആദ്യം ഒന്ന് നോക്കാം. GSM ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. GSM എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റോമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ റോമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് ക്ലാരിറ്റി കൂടുതലാണ്. വോയിസ് ക്ലാരിറ്റി എന്ന് പറയുന്നത്
ഹൈ ആയിരിക്കും. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി എഫിഷ്യൻസി ആണ്. നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ലോ പവർ ഡിവൈസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോ പവർ ഡിവൈസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോ സർവീസ് കോസ്റ്റ് ആയിരിക്കും. ലോ സർവീസ് കോസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഏഴാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സർവീസ് ആൻഡ് ന്യൂ ഫീച്ചേഴ്സിനെ ഈസിലി ആഡ് ചെയ്യാനായിട്ട് നമുക്ക് GSM-ൽ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള GSM-ന്റെ ഫീച്ചേഴ്സ്. ഇനി GSM-നകത്ത് നമ്മൾ ഓൾറെഡി 3 കോമ്പണന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആദ്യത്തെ കോമ്പണന്റ് ആയിട്ട് പിന്നെ പഠിക്കുന്നത് MS ആണ്. MS എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ സ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ മൊബൈൽ സിസ്റ്റം ആണ്. മൊബൈൽ സിസ്റ്റം ആണ്. ഇനി മൊബൈൽ എക്യുപ്മെന്റും സിമ്മും കൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? മൊബൈൽ എക്യുപ്മെന്റും സിമ്മും കൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് മൊബൈൽ സ്റ്റേഷനെ നമുക്ക് കിട്ടുന്നത്. അടുത്ത കോമ്പണന്റ് എന്ന് പറയുന്നത് ബേസ് ട്രാൻസ്റീവർ സ്റ്റേഷൻ ആണ്. ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷൻ ആണ്. ഓക്കെ, ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ എക്യുപ്മെന്റും നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതായത് പ്രൊവൈഡ് എ കണക്ഷൻ ബിറ്റ്വീൻ മൊബൈൽ സ്റ്റേഷൻ ആൻഡ് നെറ്റ്വർക്ക്. അതുപോലെ തന്നെ എവറി ടവർ, എല്ലാ ടവറിനും എന്തുണ്ടാകും? എവറി ടവർ ഹാവ്സ് BTS. എല്ലാ ടവറിനും എന്തുണ്ടാകും? BTS ഉണ്ടാകും. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആണ്. ബേസ് സ്റ്റേഷൻ കൺട്രോളറിനകത്ത് ഇവിടെ നമുക്ക് എന്തുണ്ടാകും? ഇതിന്റെ ഉള്ളില് വി ഹാവ് മൾട്ടിപ്പിൾ BTS, മൾട്ടിപ്പിൾ ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷൻ അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മളുടെ ഒരു ലോക്കൽ എക്സ്ചേഞ്ച് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. ഒരു എക്സാമ്പിൾ ആണ്, ഒരു ലോക്കൽ എക്സ്ചേഞ്ച് ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നാലാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ സ്വിച്ചിങ് സെന്റർ ആണ്. മൊബൈൽ സ്വിച്ചിങ് സെന്ററിലാണ് കോൾ ട്രേസിങ്, കോൾ ഫോർവേഡിങ്, അതുപോലെ തന്നെ കോൾ വെയിറ്റിംഗ്, കോൾ റൂട്ടിങ്, ഇതെല്ലാം നടക്കുന്നത് മൊബൈൽ സ്വിച്ചിങ് സെന്ററിലാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, അതുപോലെ തന്നെ ഒതന്റിക്കേഷൻ രജിസ്റ്റർ, എന്റിറ്റി ഐഡന്റിറ്റി രജിസ്റ്റർ, ഇവയെല്ലാം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഫിഗറിൽ കാണിച്ചിട്ടില്ല, പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക് ഉണ്ടാവും. നമ്മളുടെ ഓൾഡ് ലാൻഡ് ലൈൻ കണക്ഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ, അതുപോലത്തെ ഒരു നെറ്റ്വർക്ക് ആണ് പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രജിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പം അതിനുവേണ്ടിയാണ് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് അഞ്ചാമത്തെ അല്ലെങ്കിൽ കോമ്പണന്റ് ആയിട്ട് നമുക്ക് വരുന്നതാണ് OSS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സബ് സിസ്റ്റത്തിനകത്തെ OMC. എന്താണ് OMC എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓപ്പറേഷൻ മെയിൻ്റനൻസ് കൺട്രോളർ. ഓക്കെ, അപ്പം ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പെർഫോം OMC മോണിറ്റർ ആൻഡ് മെയിൻറ്റെയിൻ the performance of each mobile station, base station controller, base station transceiver and mobile switching center within the GSM. അല്ലെ, GSM ആർക്കിടെക്ചറിനകത്തുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യുക, എല്ലാവരുടെയും പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, ഇതാണ് OMCയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അതുകൂടാതെ നമ്മളുടെ GSM-ന്റെ സർവീസുകൾ, GSM സർവീസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി 3 സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. bearer service, or we can call it as data service.
അടുത്തത് ടെലി സർവീസ്. ടെലി സർവീസ് എന്ന് പറയുമ്പോൾ SMS, വീഡിയോ കോള്, ഇതെല്ലാം ടെലി സർവീസിൽ വരുന്നതാണ്. മൂന്നാമത്തെ സർവീസ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി സർവീസ് ആണ്. സപ്ലിമെന്ററി സർവീസ് അവിടെ നമുക്ക് വരുന്നതാണ് കോൾ ഫോർവേഡിങ്, കോൾ വെയിറ്റിംഗ്, ഇതെല്ലാം വരുന്ന ഈ സപ്ലിമെന്ററി സർവീസിലാണ്. ഓക്കെ, ബെയറർ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡേറ്റ ട്രാൻസ്മിഷന്, ഡേറ്റയുടെ റേറ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് ബെയറർ സർവീസിൽ വരുന്നത്. ഓക്കെ, ടെലി സർവീസിൽ വരുന്നതാണ് GSM, വീഡിയോ കോൾ എല്ലാം ടെലി സർവീസിൽ വരുന്നതാണ്. സപ്ലിമെന്ററി സർവീസിലാണ് കോൾ ഫോർവേഡിങ്ങും കോൾ വെയിറ്റിംഗും വരുന്നത്. അപ്പോൾ GSM ആർക്കിടെക്ചർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഈ ഫിഗർ പക്ക പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. അതിൽ ഓരോ കോമ്പണന്റും എന്താണെന്ന് പഠിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരാം, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പം നല്ല രീതിയിൽ തന്നെ ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി തന്നിരിക്കുന്ന നോട്ടുകൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ 2 കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിരുന്നത്. GSM ആൻഡ് CDMA കമ്പാരിസണും അതോടൊപ്പം GSM ആർക്കിടെക്ചറും അതിന്റെ സർവീസുകളും. അപ്പൊ ബേസിക് ആയിട്ടുള്ള സർവീസുകൾ പറഞ്ഞു, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.